ഹായ് ഗായ്സ്, ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട വിവിധതരം ന്യൂസുകളും സ്ക്രീൻഷോട്ടും മെസ്സേജസും ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെ നടന്നൊരു പ്രസ് മീറ്റിംഗിലെ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചോളം വളരെ ക്രിട്ടിക്കലാണ്, വളരെ ക്രൂഷ്യലാണ്. ആസ് എ +2 സ്റ്റുഡൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഇവർ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കും എന്ന് തന്നെ ഞാൻ പറയുന്നു. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഇന്ന് രാവിലെ നടന്ന കാര്യം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാണ്. ഇന്ന് രാവിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ത് ചെയ്തു, ശിവൻകുട്ടി സാർ തന്നെ ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചു. ആ പ്രസ് മീറ്റിംഗിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, പരിശോധിക്കും, അതിനുമായി ബന്ധപ്പെട്ട നടപടി എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ചോദ്യപേപ്പർ ചോർന്നു എന്ന് വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യാണ്, അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് അവർ എടുക്കുന്നുണ്ട്. DGP ലെവലിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് വളരെ വലുതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇനി നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യം ഈ റെഡ് കളറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പരീക്ഷ മാറ്റിവെക്കണോ എന്നതിൽ തീരുമാനം തിങ്കളാഴ്ച ചേരുന്ന ഉന്നത സമിതി യോഗത്തിൽ തീരുമാനമെടുക്കുന്ന പറയുന്നത്. എങ്ങനെ പരീക്ഷ മാറ്റി നടത്തുമായി ബന്ധപ്പെട്ട പരീക്ഷ ഒന്നെങ്കിലും മാറ്റിവെക്കുക അല്ലെങ്കിൽ മാറ്റി നടത്തുക എന്നുള്ളൊരു തീരുമാനം ഉന്നതതല യോഗം എന്ത് ചെയ്യും, തിങ്കളാഴ്ച തീരുമാനിക്കും. ആസ് എ +2 സ്റ്റുഡൻറ്റ് ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കും എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ 2 സൊല്യൂഷൻസ് ആണ് അവർ മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവരൊരു റീടെസ്റ്റ് നടത്താൻ പോവുകയാണ്. അപ്പോൾ റീടെസ്റ്റ് നടത്താം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റീടെസ്റ്റ് നടത്താതിരിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തു എന്നുള്ളത് കൃത്യമായി ആരോപണം ഉയർന്നിട്ടുള്ളത് +1 മാത്സ് ആണ്. +2 അങ്ങനെ ഒരു ആരോപണം ഇതുവരെ നിലവിലൊന്നും വന്നിട്ടില്ല. പക്ഷേ അവർ അന്വേഷണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പുരോഗമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് മൊത്തത്തിലുള്ള ആസ് എ ഹോൾ ആയിരിക്കും അവർ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചിലപ്പോൾ +2നെയും ഒരുമിച്ച് എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് തീരുമാനം എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു റീടെസ്റ്റ് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതായത് ഓൾറെഡി നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എക്സാം പോലെയുള്ള എക്സാംസ് ഒരു റീടെസ്റ്റ് നടത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, നീറ്റ് പോലെയുള്ള പേപ്പേഴ്സൊക്കെ ലീക്കായ സിറ്റുവേഷൻസിലൊക്കെ റീടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ ഒരുപാട് വാദത്തിന് ശേഷമാണ് കോടതി അംഗീകരിച്ചത് റീടെസ്റ്റ് വേണ്ട എന്നുള്ള കാര്യം. അപ്പോൾ അതിലേക്കൊന്നും ഇവിടെ എത്തിയിട്ടില്ല, പ്രാഥമിക അന്വേഷണത്തിലാണ്. അപ്പോൾ ഒരു റീടെസ്റ്റിന് സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റിയിട്ടില്ല. ഇതുവരെ +2 പേപ്പർ ലീക്കേജ് ഒന്നും ആരോപണം വന്നിട്ടില്ലെങ്കിലും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീടെസ്റ്റുകൾ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. മേ ബി ഇനി ഒരു +2 ഇതേപോലെ ലീക്കേജ് ഒക്കെ എവിടെയെങ്കിലും സംഭവിച്ചു എന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയേക്കാം. എന്നിരുന്നാലും ഇപ്പോൾ നടന്നു കഴിഞ്ഞ എക്സാംസ് കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള എക്സാംസ് കുറ്റമറ്റ രീതിയിൽ നടത്തിയാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം എടുത്ത് അവർ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ +2ൻ്റെ കാര്യത്തിൽ റീടെസ്റ്റ് ഉണ്ടാവുകയാണോ ഉണ്ടാവാതിരിക്കുന്നതാണോ നല്ലത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. അതിൽ എൻ്റെ ഒപ്പീനിയൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടെ പറയണം. ഞാൻ പറയുന്നത് കേൾക്കുക. ഏതൊക്കെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഇനി റീടെസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ഫിസിക്സ് റീടെസ്റ്റ് ഉണ്ടാകും, ഇപ്പോൾ കഴിഞ്ഞു പോയ ഫിസിക്സ് റീടെസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ മാത്സ്, കഴിഞ്ഞു പോയ കെമിസ്ട്രി, ഇത് 3ഉമാണ് റീടെസ്റ്റ് നടക്കാൻ പോകുന്ന കാര്യം അല്ലേ? ഇതെല്ലാം നടക്കാൻ പോകുന്നത്. ഇത് എത്ര എളുപ്പമാണോ? CS ഉണ്ടായിരുന്നു അല്ലേ? CS കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റീടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ വളരെ ക്രൂരം തന്നെ ആയിരിക്കും. കാരണം ഇത്രയും ടോപ്പിക്സ് ഒരു തവണ കവർ ചെയ്തു, ഇനി ബാക്കിയുള്ള ലാംഗ്വേജസ് ആണെന്നുള്ള രീതിയിൽ ഒന്ന് ശ്വാസം വിട്ടിരിക്കുകയാണ് കുട്ടികൾ. അവർ ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുകയാണ്. ബയോളജി എക്സാം നടക്കാനുണ്ട്. ബയോളജി കുട്ടികൾ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കുട്ടികൾ JEE മെയിൻസ് പോലുള്ള എക്സാംസിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. ഈവൻ മെയ് നടക്കാൻ പോകുന്ന നീറ്റ് പോലും പ്രിപ്പറേഷൻസ് കുട്ടികൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സമയമായിരുന്നു. അപ്പോൾ റീടെസ്റ്റ് എന്തുകൊണ്ടും +2 വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, യാതൊരു തർക്കവുമില്ല. കാരണം ഇത് ഇനി എപ്പോൾ നടത്തുന്നതാണ് അടുത്ത ചോദ്യം. റീടെസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇനി എപ്പോഴായിരിക്കും എന്നാണ് ഉണ്ടാവുകയാണെങ്കിൽ ഇനി അവരുടെ മുമ്പിൽ ഓപ്ഷൻ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇത്രയും എക്സാംസ് ഇപ്പോഴുള്ള ടൈം ടേബിൾ പ്രകാരം ഇനി ഈ എക്സാംസ് വീണ്ടും നടത്താൻ അവിടെ ഗ്യാപ്പില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എപ്പോഴായിരിക്കും നടക്കുക? ജാനുവരി 1st വീക്കിലേക്കായിരിക്കും അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇൻ കേസ് നടത്തുകയാണെങ്കിൽ ജാനുവരി 1st വീക്കിൽ ഈ എക്സാംസ് വീണ്ടും എഴുതുക എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഒരു ക്രൂരതയാണ് കുട്ടികളോട് സംബന്ധിച്ച്. കാരണം പല കുട്ടികളും ലാബ് സീരിയസ് ആയി മുന്നോട്ട് പോവുകയാണ്. ഈവൻ സ്കൂളുകൾ പോലും ലാബുകൾ സീരിയസ് ആയി കാണുന്നത് ജാനുവരി 1st വീക്ക് മുതലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ വീണ്ടും ഈ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ എക്സാമിനെയും ബാധിക്കും, ആ ലാബുകളെയും ബാധിക്കും. അപ്പോൾ ഒരു ലോജിക്കലായുള്ള സൊല്യൂഷൻ ആസ് എ +2 സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ +2നെ ഡീൽ ചെയ്യുന്ന ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എടുക്കേണ്ട തീരുമാനം എൻ്റെ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ നോ റീടെസ്റ്റുമായിട്ട് മുന്നോട്ട് പോവുക. ഈവൻ ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിൽ ലീക്കേജ് ഉണ്ടെന്ന് തെളിഞ്ഞാൽ പോലും നിങ്ങൾ ദയവ് ചെയ്ത് നോ റീടെസ്റ്റുമായിട്ട് മുന്നോട്ട് പോവുക. റീടെസ്റ്റ് ഇനി +2 കുട്ടികൾക്ക് വിപരീത റിസൾട്ടാണ് ഉണ്ടാക്കുക. കാരണം അത് വീണ്ടും അവരെ
ലാബ് പോലെയുള്ള എക്സാംസിനെയും കോമ്പറ്റീവ് എക്സാംസിനെയും ബാധിക്കുന്ന തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക. അവരെ ഓൾറെഡി പാക്ഡ് ആയുള്ള സാധനം കുറച്ചുകൂടി പാക്ഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇനി മുന്നോട്ട് നടക്കുന്ന എക്സാംസ് കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചാൽ തന്നെ മേ ബി ഒരു പരിധി വരെ ഇത് ഡാമേജ് കൺട്രോളിലായിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സിനെ എല്ലാവർക്കും അറിയിക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരുപാട് കമൻസ് കണ്ടിട്ട് ഒരു പൊതു ഒപ്പീനിയൻ മേ ബി രൂപപ്പെടാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ആ ഫീലിങ്സ് കൂടി നിങ്ങൾ അറിയണം. അപ്പോൾ മേ ബി ഈ വീഡിയോക്ക് എങ്ങനെയും ഒരു ഇതുമായി ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കുന്ന അധികൃതർ എത്തുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ ഫീലിങ്സും കൂടി എന്ത് ചെയ്യും ഒന്ന് കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നോ റീടെസ്റ്റ് ആയിരിക്കും ആസ് എ +2 സ്റ്റുഡൻറ്റ് ഏറ്റവും ലോജിക്കലായിട്ടുള്ള, ഏറ്റവും എന്താണ് ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു മാനസിക പരിഗണന കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഏറ്റവും മികച്ച തീരുമാനം, ഈവൻ ഇഫ് ദർ ഇസ് എ ലീക്ക്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ കൂടുതൽ വീഡിയോ ആയിട്ട് ഈ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും.